നമസ്കാരം. ഭാഗ്യങ്ങളുടെ ഒരു പരീക്ഷണശാലയാണ് രാഷ്ട്രീയം. എത്ര കഴിവും പ്രതിഭയും ഉണ്ടെങ്കിലും രക്ഷപ്പെടണമെന്നില്ല. രാഷ്ട്രീയത്തിലിറങ്ങി ലോട്ടറി എടുത്തതുപോലെ ഒന്നുമാവാതെ പോയ അനേകം പേരുണ്ട്. അവർ അവരുടെ ജീവിതം മുഴുവൻ രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിക്കും. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ചിലരുണ്ട്, ഭാഗ്യം കൊണ്ട് അവർ അർഹിക്കുന്നതിലും അധികം ഉയരത്തിലെത്തും. ഉദാഹരണത്തിന് AK ആൻ്റണി. നന്നായി പ്രസംഗിക്കാനോ കൂടെ നിൽക്കുന്നവരെ സഹായിക്കാനോ പോലും കഴിവില്ലാത്ത ആൻ്റണി എത്തപ്പെടാത്ത പദവികളൊന്നുമില്ല. 2014 BJPക്ക് പകരം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ AK ആൻ്റണി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. ഇത്തരം മറ്റൊരു ഭാഗ്യശാലിയാണ് EK നയനാർ. EMSനെ പോലെ, കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടി മാത്രം ജനിച്ചവർ ഈ നാട്ടിലുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഭാഗ്യശാലികളെക്കുറിച്ചും ഭാഗ്യദോഷികളെക്കുറിച്ചും പറഞ്ഞത്. ഇക്കൂട്ടത്തിലൊന്നും പെടാത്ത ഒരാളാണ് VD സതീശൻ. EK നയനാരെ പോലെയോ AK ആൻ്റണിയെ പോലെയോ ഭാഗ്യശാലിയല്ല. K കരുണാകരനെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ VS അച്യുതാനന്ദനെ പോലെയോ രാഷ്ട്രീയ തൊഴിലാളിയല്ല. ഗോഡ് ഫാദർമാരില്ലാതെ, ആരും കൈപിടിച്ച് നടത്താൻ ഇല്ലാതെ സ്വയം വഴിവെട്ടി തെളിച്ച് അത്യപൂർവ വിജയഗാഥ രചിച്ചയാൾ. എറണാകുളത്തെ പനങ്ങാട് സ്കൂളിൽ പഠിച്ചപ്പോൾ തൻ്റെ മികവ് കൊണ്ട് സ്കൂൾ ലീഡറായി. പിന്നീട് സെന്റ് ആൽബർട്ട്സ് കോളേജിലും രാജഗിരിയിലുമൊക്കെ പഠിച്ചപ്പോൾ KSU പ്രവർത്തനം നടത്തി. പ്രസംഗം ഒരു ഹരമായിരുന്നതുകൊണ്ട് ധാരാളം പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ആ മികവ് കൊണ്ടാണ് NSU സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. KSUവിലും യൂത്ത് കോൺഗ്രസിലുമൊക്കെ സജീവമായി പ്രവർത്തിച്ചെങ്കിലും ഗോഡ് ഫാദർമാരില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പദവിയിലൊന്നും എത്തിയില്ല. N വേണുഗോപാൽ എന്ന കൊച്ചിയിലെ കരുത്തനായ നേതാവിനോട് ഏറ്റുമുട്ടി ഏതാണ്ട് രാഷ്ട്രീയ വനവാസം തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി അതിനെ സൈഡിലേക്ക് ഒതുക്കി അഭിഭാഷക വേഷം കെട്ടിയത്. മികച്ച വാഗ്മിയും കഠിനാധ്വാനിയും അക്കാദമിക് മികവുമുള്ളയാളായതുകൊണ്ട് അഭിഭാഷകനായും പേരെടുത്തു. 96 രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞപ്പോൾ പരവൂരെന്ന CPI കോട്ടയിലേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടു. അവിടെ ഇടത് സ്ഥാനാർത്ഥിയോട് ഇഞ്ചോടിഞ്ചു പോരാടി നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. അവിടെയാണ് വീണ്ടും സതീശൻ പുനർജനിക്കുന്നത്. 2001 UDF കൊടുങ്കാറ്റിൽ പറവൂർ സതീശൻ എടുത്തു. പിന്നീട് ഇങ്ങോട്ട് 6 തെരഞ്ഞെടുപ്പിലും സതീശൻ പരാജയം അറിഞ്ഞേയില്ല. സതീശനെ തോൽപ്പിക്കാൻ CPI സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രനെ കൊണ്ട് പരീക്ഷിച്ചിട്ട് പോലും സതീശനൊപ്പം നിന്നു പറവൂർ എന്ന കമ്മ്യൂണിസ്റ്റ് മണ്ഡലം. പരവൂരിനപ്പുറത്തേക്ക് കേരളത്തിലാകപ്പാടെ ശ്രദ്ധേയനായ ഒരു നേതാവായി സതീശൻ മാറുന്നത് 2006നും 2011നും ഇടയിൽ VS ഭരിച്ചിരുന്നപ്പോഴാണ്. ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ വിശദമായി പഠിച്ച് എതിരാളികളെ മലർത്തിയടിക്കാനുള്ള മികവിലാണ് സതീശൻ അന്ന് ശ്രദ്ധ നേടിയത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ സാന്റിയോഗോ മാർട്ടിനുമായുള്ള വഴിവിട്ടുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും തുറന്നു കാട്ടി പ്രസ് ക്ലബിൽ നടന്ന സംവാദത്തിൽ തോമസ് ഐസക്കിനെ കണ്ടം വഴി ഓടിച്ച് സതീശൻ ഹീറോയായി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ പ്രധാന കാരണമായത് ഈ സംവാദമായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പതിവ് പോലെ തന്നെ ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട് സതീശൻ മന്ത്രിസഭയിലെത്തിയില്ല. പിണറായിയുടെ 1ാം മന്ത്രിസഭാ കാലഘട്ടത്തിൽ നിയമസഭയിലെ ചാട്ടുളി പോലെയുള്ള പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലെ ശക്തമായ ഇടപെടലിലൂടെയും സതീശൻ സംസ്ഥാനത്തെ ഏറ്റവും തിളക്കമേറിയ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായി മാറി. KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ പ്രസിഡന്റ് ആയിട്ടില്ല, DCC പ്രസിഡന്റ് ആയിട്ടില്ല, KPCC ഭാരവാഹിത്വം കിട്ടിയിട്ടില്ല. പക്ഷേ സതീശൻ ഒരു ഹീറോയായി മാറി. അപ്പോഴും സതീശൻ ഒറ്റയാനായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി കിട്ടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ജനങ്ങൾക്കിടയിൽ ഉയർന്ന ശബ്ദമായിരുന്നു VD സതീശൻ്റേത്. 2021 മുതൽ 26 വരെ സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിശക്തമായ പോരാട്ടം നടത്തി. പാർട്ടിയിലെ ഉന്നത പദവികളിൽ എത്തിയിട്ടില്ലെങ്കിലും തൽക്കാലത്തേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തത് മറ്റു ചിലരുടെ ചില കണക്കുകൂട്ടലുടെ ഭാഗമായിരുന്നെങ്കിലും സതീശൻ ഗ്രിപ്പ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല മുന്നണി പ്രവർത്തകർക്കിടയിലും ഉറപ്പിച്ചു. ഇതിനു മുമ്പ് തന്നെ സതീശൻ സോഷ്യൽ മീഡിയയുടെ ശക്തി കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. PR ഏജൻസികളെ നിയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രൊഫഷണലായി PR മാനേജ്മെൻറ്റ് ചെയ്യാൻ സതീശന് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് കിട്ടിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടിത്തട്ട് മുതൽ ആയിരക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ സതീശന് കഴിഞ്ഞു. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളായിരുന്നു അത്. അവയൊക്കെ മാനേജ് ചെയ്യാൻ കൊച്ചിയിലെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തി. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കി
പിണറായി വിജയൻ എങ്ങനെയാണോ PR മാനേജ് ചെയ്തത് അതിനേക്കാൾ ഭംഗിയായി VD സതീശൻ 1 രൂപ പോലും മുടക്കാതെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തു. ഈ 5 വർഷം കൊണ്ട് സതീശനല്ലാതെ മറ്റാരെ എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ സതീശന് കഴിഞ്ഞു. ആ നറേറ്റീവ് ലീഗിൻ്റെ പ്രവർത്തകർ കൂടി ഏറ്റെടുത്തതോടെ ഗോഡ് ഫാദർമാർ ആരുമില്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡിലെ എല്ലാ നേതാക്കളും എതിരായിരുന്നിട്ടും രാഹുൽ ഗാന്ധി കട്ടയ്ക്കെതിരെ നിന്നിട്ടും സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ അവർ നിർബന്ധിതരായി. ഹൈക്കമാൻഡ് എന്നാൽ 3 പേരാണ്: രാഹുൽ ഗാന്ധിയും ഖാർഗെയും KC വേണുഗോപാലും. രാഹുലും ഖാർഗെയും വാക്കുകൊടുത്തതാണ് വേണുവിന് മുഖ്യമന്ത്രി സ്ഥാനം. അതിനപ്പുറത്തേക്ക് പോവേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് വേണു പറഞ്ഞതുകൊണ്ട് തന്നെയാണ് മഹാഭൂരിപക്ഷം വരുന്ന MLA-മാരും വേണുവിനൊപ്പം നിന്നത്. വാസ്തവത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വേണുവിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. 63 പേരിൽ 47 പേരുടെ പിന്തുണ ഉറപ്പിച്ചിട്ടും സതീശനെ തോൽപ്പിക്കാനായില്ല. ഒന്നാമത്, സതീശന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നു. മറ്റു പലരും പണം കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല സതീശന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ. ഓർഗാനിക്കായി തന്നെ സതീശന്റെ പടയാളികൾ നാടിന്റെ നാനാഭാഗത്തും സോഷ്യൽ മീഡിയയിലും തുടർന്ന് പന്തം കൊളുത്തിക്കൊണ്ട് തെരുവിലേക്കും ഇറങ്ങുന്നു. സതീശന്റെ മഹാഭാഗ്യത്തിന് പിണറായി ഭരണകാലത്ത് കുപ്രസിദ്ധരായി തീർന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും സതീശൻ വിരോധികളായി മാധ്യമങ്ങളിൽ നിറയുന്നു. ഈ 2 സമുദായ നേതാക്കളുടെയും മുസ്ലിം വിരോധം സതീശന് അനുകൂലമായി മാറുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സാന്നിധ്യമായ ലീഗ് അണികൾ സതീശന്റെ സൈബർ പടയാളികളായി മാറുന്നു. ആ കൊടുങ്കാറ്റിനെ തടയാൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന MLA-മാർക്കോ KPCC പ്രസിഡന്റ് അടക്കം കേരളത്തിലെ മുഴുവൻ KPCC നേതാക്കൾക്കോ രാഹുൽ ഗാന്ധിക്കോ പോലും കഴിയാതെ വരുന്നു. അങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ സിംഹാസനത്തിൽ സതീശൻ ഉപവിഷ്ടനാകുന്നു. സതീശന്റെ വ്യാകുലതകൾ അവസാനിക്കുന്നില്ല. തന്നേക്കാൾ ശക്തരായ 2 നേതാക്കൾ പുറത്താണ്. രമേശ് ചെന്നിത്തല ആകപ്പാടെ പിണങ്ങി. ഹരിപ്പാട് തൻ്റെ വിശ്വസ്തരെ പോയി കണ്ടതിന് ശേഷം ഗുരുവായൂരപ്പനെ കാണാൻ ആരോടും മിണ്ടാതെ യാത്ര പുറപ്പെട്ടു. താൻ മന്ത്രിസഭയിൽ ഇല്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. വേണു പറഞ്ഞത് വേണമെങ്കിൽ തൻ്റെ AICC ജനറൽ സെക്രട്ടറി പദവി കൂടി തരാമെന്നാണ്. അസ്വസ്ഥരായി മുറിവേറ്റ് നിൽക്കുന്ന ഈ 2 പേരെ എങ്ങനെ ഇനി മാനേജ് ചെയ്യും എന്നത് തന്നെയാണ് സതീശന് മുമ്പിലെ ഏറ്റവും വലിയ കടമ്പ. മന്ത്രിസ്ഥാനം വീതിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളിലും വലിയ ഇടപെടലുണ്ടാവും. ആഭ്യന്തര വകുപ്പ് കിട്ടിയെന്ന് വരില്ല. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഒറ്റയാൻ പോരാട്ടം നടത്തി സതീശന് മുമ്പോട്ട് പോവാൻ. പ്രവർത്തകർക്കിടയിൽ ഇത്രയധികം ആരാധകരുള്ളപ്പോഴും എങ്ങനെയാണ് സതീശൻ നേതാക്കൾക്കിടയിൽ ഇത്രയധികം ശത്രുക്കളുള്ളത് എന്നതൊരു കടങ്കഥയാണ്. തൻ്റെ നേട്ടത്തിന് വേണ്ടി സതീശൻ എല്ലാവരെയും കൈവിടും എന്നാണ് സതീശനോട് അടുപ്പമുള്ളവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെത്തിയ സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും അടങ്ങുന്ന സംഘമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു കുഴിയിൽ ചെന്ന് ചാടിയപ്പോൾ സതീശൻ സഹായിച്ചില്ല എന്ന് മാത്രമല്ല മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്ന പരാതി ഷാഫിക്കും രാഹുലിനും യുവജന നേതാക്കൾക്കുമുണ്ട്. ഇത്തരം അനുഭവങ്ങളാണ് സതീശനുമായി ബന്ധപ്പെട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ KPCCയിലെ നേതൃനിലയിൽ സതീശനെ പിന്തുണയ്ക്കുന്നവർ തീരെ കുറവാണ്. രാഷ്ട്രീയ വനവാസം നേരത്തെ തന്നെ സ്വീകരിച്ച VM സുധീരൻ മാത്രമാണ് സതീശനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. KC വേണുഗോപാലിനോടും രമേശ് ചെന്നിത്തലയോടും വേണ്ടത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഭാഗികമായെങ്കിലും K മുരളീധരൻ സതീശനെ പിന്തുണച്ചത്. അണികൾ ഏറെ ഇഷ്ടപ്പെടുമ്പോഴും നേതാക്കൾ കൂട്ടത്തോടെ വെറുക്കുന്ന നേതാവായി മാറിയ VD സതീശൻ പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കൃത്യമായ നീക്കത്തിലൂടെ ഏതൊരു നേതാവിൻ്റെയും സ്വപ്നമായ കസേരയിൽ കയറിയിരുന്നു. ഇനി കസേര ഇളകാതെ എത്ര കാലം സതീശൻ മുമ്പോട്ട് പോകും എന്ന് കാത്തിരുന്ന് കാണാം.